2850 റേഞ്ചിൽ പ്യുവർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ ലക്നവി എംബ്രോയിഡറി ആയിട്ടുള്ള സെറ്റാണ് കാണുന്നത്. ഇന്നലെ നമ്മൾ കുറച്ച് ഷെയ്ഡ്സ് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു റെഡ് ഷെയ്ഡാണ്, ഒരു ബ്രിക്ക് റെഡ് കളറിലേക്കാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. സെയിം തന്നെ നമുക്ക് ഓർഗൻസ ദുപ്പട്ടയും സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ലാവൻഡർ ടോണിലേക്ക് വരുന്ന സെറ്റാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. ലൈറ്റ് പീച്ച് കളർ വരുന്നുണ്ട് നമുക്കിതിൻ്റെ, അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ലൈറ്റ് ഒരു ഗ്രീൻ ടോണിലേക്കും വരുന്നുണ്ട്. ഈ ഒരു 5 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5ൻ്റെ കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നെക്ക് പോർഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്നവി എംബ്രോയിഡറി സീക്വൻസ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. താഴേക്കും സെയിം പാറ്റേൺ തന്നെ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. സ്ലീവ്സിലേക്കാണ് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൽ നമുക്ക് ചെറിയ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടാണ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണിത്. ടോപ്പ് പാറ്റേൺ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. 2.5 മീറ്റർ ലെങ്ത് ആണ് നമുക്ക് ടോപ്പിനുള്ളത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം തന്നെ കളറിൽ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ ലക്നവി എംബ്രോയിഡറി ചെയ്ത് എൻഡിൽ നല്ലൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാൻഡൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ ഡാർക്ക് ലാവൻഡർ ടോണിലാണ് ഈ സൽവാർ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് പീച്ച് കളറിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് നമുക്ക് വരുന്നത്. ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.